കണ്ണൂർ സ്വദേശി വിശ്വാസ് കൃഷ്ണന്റെ മൃതദേഹം അല്പസമയത്തിനകം ധർമ്മടത്തെ വീട്ടിലെത്തിക്കും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 9 മാസം മുൻപാണ് വിശ്വാസ് പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറിയത്. വിശ്വാസിന്റെ 3 വയസ്സുള്ള മകൻ ദൈവിക് ഇപ്പോഴും അച്ഛൻ പോയത് അറിഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടയാളായിരുന്ന വിശ്വാസിന്റെ മരണം സുഹൃത്തുക്കൾക്കും ഉൾക്കൊള്ളാൻ ആകുന്നില്ല. സാന്യു മനോമി ഇപ്പോൾ വിശ്വാസ് കൃഷ്ണന്റെ ധർമ്മടത്തെ വീട്ടിലുണ്ട്. സാന്യു മനോമി, ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു വിശ്വാസ്. ഈ കമ്പനിയിലേക്ക് 9 മാസം മുൻപ് മാത്രമാണ് വിശ്വാസ് പോയത്. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിശ്വാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? സാനിയോ. അതെ, സുജയ പറഞ്ഞതുപോലെ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു വിശ്വാസ് എന്നാണ് നമുക്കിവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നാട്ടുകാരും അതുപോലെ ബന്ധുക്കളുമൊക്കെ പറയുന്നത്. മൃതദേഹം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇനിയൊരു 1.5 മണിക്കൂർ കൂടി എടുത്താൽ ഇവിടേക്ക് എത്തുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 5 മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് വൈകുമെന്നാണ് അറിയുന്നത്. കാരണം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അടക്കം മൃതദേഹം കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അല്പം വൈകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിശ്വാസ് 9 മാസം മുൻപ് മാത്രമാണ് കുവൈറ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനു മുൻപ് ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുകയായിരുന്നു. ശേഷം അച്ഛന് ചെറിയ ചില അസുഖങ്ങളായതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അച്ഛൻ മരിച്ചു. അതിനുശേഷമാണ് കുവൈറ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഈ വീട്ടിലുള്ളത് വിശ്വാസിൻ്റെ അമ്മയും ഭാര്യയും 3 വയസ്സുള്ള മകനും മാത്രമാണ്. സഹോദരനുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണുള്ളത്. ഷിപ്പിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഒപ്പം ഉണ്ട്. എല്ലാവർക്കും വിശ്വാസിനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ പങ്കുവെക്കാനുള്ളൂ. വിശ്വാസ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പ്രിയപ്പെട്ട ആളായിരുന്നു. പക്ഷെ ഞാൻ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് നമ്മൾ വിവരം അറിയുന്നത്. വിവരം അറിഞ്ഞാലും അതിനുശേഷം കുവൈത്തിൽ ബന്ധപ്പെടുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഏകദേശം ഒരു 2:30 കൂടിയിട്ടാണ് നമുക്ക് ബോഡി തിരിച്ചറിയാൻ പറ്റിയത്. എൻ്റെ ഒരു സ്നേഹിതൻ, മുഴപ്പിലങ്ങാടുള്ള ഒരു സ്നേഹിതൻ കുവൈത്തിലുണ്ട്. ആ കുവൈത്തിൽ വെച്ചിട്ട് അവൻ പോയി അവൻ്റെ കൈക്കുള്ളൊരു പച്ച കുത്തുണ്ട്. ആ കുത്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്നയാളാണ് മനസ്സിലായത്. അതിക്ക് കുവൈത്തിലെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ബെഡിലില്ല. അപ്പോൾ അവിടെ നിന്നൊരു മലയാളി നേഴ്സ് പറഞ്ഞു അവൻ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ക്യാമ്പിൽ നോക്കുമ്പം ക്യാമ്പിലുള്ള കൂട്ടറാണ് പറഞ്ഞ മോർച്ചറിയിലുള്ള മരിച്ച കൂട്ടത്തിലുള്ള ശ്വാസം മുട്ടിയിട്ട് മരിച്ചതാണ്. അവിടെ 4 കൂട്ടത്തിൽ അവനുണ്ട് എന്ന്, 4ാമത്. അങ്ങനെയാണ് നമ്മൾ സ്ഥിരീകരിച്ചത്. മെഞ്ഞാന്ന് രാത്രി 2:45 കൂടിയിട്ടാണ് സ്ഥിരീകരിച്ചത്. പുറത്തുള്ള അവൻ്റെ ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അന്നേരം നമ്മൾ സ്ഥിരീകരിച്ചു. അതിനുശേഷം പിന്നെ ഇന്നലെ രാവിലെ ഒരു 10:30 കൂടി വീട്ടിൽ വിവരം അറിയിച്ചു. വിവരം അറിയിക്കുന്നത് ഇവൻ്റെ അച്ഛൻ്റെ അനുജൻ ഈ വിജയേട്ടൻ, ഞാൻ ഇളയച്ചനാണ്. ഒരു കുടുംബത്തിനൊക്കെ വളരെ അത്താണിയായിരുന്നൊരു ചെറുപ്പത്തിൽ മാത്രമല്ല, ബിസൈഡ്സ് ദാറ്റ് അവൻ ഈ നാട്ടിൻ്റെ ഒരു കണ്ണിയാണ്. കാരണം ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വിശ്വാസമില്ലാത്ത ഒരു ചെറിയ കുട്ടികളെ കുട്ടികൾക്ക്. പിന്നെ ഈ നാട്ടിലെ എന്ത് സോഷ്യൽ സർവീസിനും അവൻ എല്ലാവരുടെയും മുമ്പിലുണ്ടാകുക. പിന്നെ അവൻ്റെ ഫ്രണ്ട് സർക്കിളും ഭയങ്കര അൺബിലീവബിൾ ഫ്രണ്ട് സർക്കിളാണ്. എന്താവശ്യത്തിനും, അത് ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, മരണ ആയിക്കോട്ടെ, വാട്ട് എവർ ദ തിങ്സ്, അവൻ അവിടെ മുമ്പിലുണ്ടാവും. അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണെന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, അതൊരു ഷോക്ക് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് മാത്രമല്ല, ഇവർ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ഈ നാട്ടുകാർക്ക് തന്നെ അവൻ്റെ മരണം ഒരു ഷോക്കാണ്. അതിനൊരു ദർ ഇസ് നോ വേർഡ്സ് ആയിട്ട്. മുമ്പേ ഗൾഫിൽ പോവുകയും ചാൻസ് ഉണ്ടായിട്ട് പോയിട്ടില്ല. ഇവൻ്റെ അച്ഛൻ ഗൾഫിൽ ഒരു എയർപോർട്ടിൽ ആയിരുന്നു. അപ്പം അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇവനെ പിടിച്ച് അവിടെ ആക്കുക നോക്കിയാൽ ഇവൻ ഗൾഫിൽ പോകാൻ മടി കാണിച്ചു, തയ്യാറല്ല. 32 കൊല്ലം. അതിനുശേഷം ഇവൻ്റെ അച്ഛന് സുഖമില്ലാതെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിൽ തന്നെയായി. ഒരു 3-4 വർഷം നാട്ടിൽ. പിന്നീടാണ് 8 മാസം മുമ്പെയാണ് കുവൈത്തിലേക്ക് പോയത്. ഇവനിവിടെ പിന്നെ കൊച്ചി ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇവന് ഇവിടെ ചാൻസ് കിട്ടിയത്. ഇവൻ ബാംഗ്ലൂർ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ 32 കൊല്ലം എൻ്റെ എൻ്റെ ബ്രദർ അവിടെ ജോലി ചെയ്തിട്ട് ഇവൻ അന്നേരം ഗൾഫിൽ പോകേണ്ട ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം പെട്ടെന്ന് കല്യാണം കഴിച്ചൊരു കുട്ടിയെല്ലായിരുന്നു അവനൊരു ആംബിഷൻ വന്ന് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കണം എന്നല്ലേ. അപ്പം ബാംഗ്ലൂരിൽ ഇപ്പം കൊച്ചിയിലുള്ള നല്ലൊരു വർക്കായിരുന്നു. പക്ഷേ എല്ലാവർക്കും ബെറ്റർ ആംബിഷൻസ് എല്ലാം ഉണ്ടാകുക. അങ്ങനെ പോയതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുന്ന സുഖത്തിനോട് വിചാരിച്ചില്ല. ഏതായാലും ബന്ധുക്കൾക്കും മാത്രമല്ല നാട്ടുകാർക്കും വലിയ തരത്തിലുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു സങ്കടമാണ് ഈ ഒരു വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സുജയ.
ഓക്കെ, സാനിയോ മനോമി.